ഹലോ ഗൈസ്, അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഴിഞ്ഞ മാസത്തും പറഞ്ഞു കഴിഞ്ഞാൽ ആ മഴ ഉണ്ടായിരുന്ന ടൈമില്ലേ ഒമാനീരും വെള്ളപ്പൊക്കം, അതായത് വാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില്ലേ. ഞങ്ങൾ പോകുമ്പോൾ റോട്ടിലും കാര്യങ്ങൾക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കാര്യക്കില്ല, സാധാരണ അല്ലേ ഇവിടുത്തെ വെള്ളം അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല വരില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോഴാണ് ഞങ്ങൾ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള വഴിയിലൊക്കെ വെള്ളമാണ്, അതായത് വാദ്യാണ്. അങ്ങനെ ആ ടൈമിൽ എല്ലാവരും വണ്ടിയിട്ട് പോകണമെന്ന് ഒഴുക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളും പതുക്കെ പതുക്കെ പേടിച്ചിട്ടും സലാത്തും ചൊല്ലി ഇക്കഴും ചൊല്ലിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ച് വന്ന് പോയി നോക്കുമ്പോൾ കുഴപ്പം തന്നെ തിരിച്ച് അതിന് വന്നില്ല. ഞങ്ങൾക്ക് പേടി, അതിന് വന്നില്ല. എന്തിനാ അവർക്ക് റിസ്ക് എടുക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ലിസ്ബേക്ക് പോയി. അപ്പോൾ കാലാവസ്ഥ ശാന്തമാണ്, ഒരു കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾക്ക് ആ പണി കിട്ടിയത്. ഇതേനോ അവസ്ഥ. ഇതൊന്നും ഞങ്ങൾ തരണം ചെയ്തു. എന്നിട്ട് കന്തോക്ക് പോയി ഇവിടെ അടച്ചിക്കണം. കാരണം എന്താ, ഇവിടെ വാതി പെരുവാതി 100 കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് വരുന്ന വാതിയാണ് ഇതിനുള്ള. അങ്ങനെ 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനെ 5-6 കിലോമീറ്റർ നിന്നിട്ട് വളഞ്ഞു കുത്തി ഞങ്ങൾ റൂമിലോട്ടെത്തി. പോണ വഴിക്കുകളും വാദികളുണ്ട് സൈഡിൽ കൂടെ. പക്ഷേ ഇതായിരുന്നു കേട്ടോ വാതി. മറ്റേ കടലിൽ നിന്ന് തിരമാല ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന പോലെയാണ് വാതി പോയിരുന്നത്. ആ ആളുകൾക്ക് രസം അതല്ലേ, ഓമാനത്തെ ഇവിടുത്തെ ആളുകൾ തന്നെ ഇങ്ങനെ അടുപ്പത്തോട് കൂടി കാണുന്നു. റോട്ടുമാരൊക്കെ തരയിക്കുന്നു. ഞങ്ങളുടെ വേഗം സ്കൂട്ടായിട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ചെയ്താറൊക്കെ ഉണ്ടായിട്ടോ. ഏതാട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോയി. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ല. അതും പുറത്തുനിന്ന് ഒരു പള്ളിയുടെ തന്നെ കഴിച്ചു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ എഴുതാണ്ടായിരുന്നു നാളെ കൊടുക്കേണ്ടത്. അത് കയറ്റി കിടന്നുറക്കി. ബൈ.